ഹായ്, ഞങ്ങൾക്കിന്ന് ചപ്പാത്തിയാണ്. ഞങ്ങളിന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞങ്ങൾ ചപ്പാത്തി ഇട്ടു. ചപ്പാത്തിയും ഇന്നത്തെ ഞങ്ങളുടെ അത്താഴത്തിനുള്ളതാണ്. ചപ്പാത്തിയും ചപ്പാത്തിക്ക് പരത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കുമെന്ന്. പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ, കടയിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ അയ്യോ കരിഞ്ഞു പോയി ഗൈസ്, ശകലം കരിഞ്ഞു പോയി ഗൈസ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദോശക്കല്ല് എത്ര സുഖമില്ലാത്തൊരു ദോശക്കല്ലാണ് ഗൈസ്. അപ്പം ഞാൻ ഈ ശകലം കരിഞ്ഞു പോയേ. അപ്പം എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടനും ഒന്ന് അമക്കിയേക്കണം. അപ്പം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അപ്പം ഞാനത് ഒന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ്. അപ്പം നോക്ക് ഗൈസ്, നല്ലതായിട്ട് ഇത് ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിച്ചിരി എണ്ണ കൊടുക്കാം. അപ്പം എന്നിട്ട് നമുക്ക് അടുത്ത ചപ്പാത്തി ഇടാം ഗൈസ്. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഇത് ചെയ്യാനായിട്ടൊക്കെ. അപ്പം ഞാനത് ഇങ്ങനെ ഒരു പരുവത്തിൽ എനിക്ക് വീഡിയോ പിടിക്കാനുള്ള എന്താ പറയുക, ഒരു സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാനതൊരു പരുവത്തിന് ഇങ്ങനെ പിടിക്കുവാണ്. അപ്പം ഒക്കെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കണം കേട്ടോ. അതിനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി പരത്തി വെച്ചിരിക്കുക. ഇതുണ്ടോ, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. അല്ല, നിങ്ങൾ വിചാരിക്കില്ലേ ഞാനിത് വാങ്ങിയതാണ്, കടയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇത് വാങ്ങിയതല്ല. കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഞാൻ പരത്തി നല്ല സെറ്റാക്കി വെച്ചിരുന്നതാണ്. ഇപ്പം കഴിക്കുന്ന സമയമായപ്പോഴാണ് ഞാനിതിപ്പം ചൂടുന്നത് കേട്ടോ. കഴിക്കുന്ന സമയമായപ്പോൾ നല്ല ചൂടോടെ നല്ല ചൂട് ചപ്പാത്തി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് പരത്തി വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പം ചൂടാവുള്ളൂ. അപ്പോൾ നല്ല ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ചെയ്താൽ മതി. ഇതുണ്ട്, ഞാൻ നല്ല തക്കാളിയൊക്കെ വെച്ച് ഉള്ളിക്കറിയൊക്കെ വെച്ചിട്ടാണ്. അപ്പം അടുത്തതും കൂടെ അങ്ങോട്ട് ഇടാം. എപ്പോഴും എണ്ണ വെച്ചാൽ ചിലപ്പം നമുക്ക് കൊളസ്ട്രോളൊക്കെ കൂടിപ്പോവും. അതുകൊണ്ട് നമുക്ക് തീ കുറച്ചിടാം. അത് ഞാൻ നല്ല തക്കാളി ഉള്ളിയെല്ലാം കൂടെ വഴറ്റി നല്ലൊരു തക്കാളി കറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോണം. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടിട്ടേ, എനിക്ക് അറിയാൻ വയ്യാത്ത രീതിയിൽ ഞാൻ വീഡിയോ പിടിച്ചേക്കുന്നത് നമുക്ക്. അപ്പം ഞങ്ങളുടെ ഭക്ഷണം ഇതാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടല്ലോ. ഞാൻ തീ കുറച്ചിട്ടേക്കോ. അയ്യോ, ചപ്പാത്തി കരിഞ്ഞു പോയി.